ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡെയിലി ഗെയിം വന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി മച്ചാമാരെ. അപ്പോൾ നിങ്ങൾ ആരെ എടുത്തിട്ട് ആരെ കിട്ടിയ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കുറേ പേർക്കൊക്കെ നമ്മുടെ സർജിനിഹോനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ, ഇന്ന് നമ്മളൊരു ഡെയിലി ഗെയിമിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള നമുക്ക് ആരെ കിട്ടാൻ നോക്കാം. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ് മച്ചാമാരെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഞാൻ എന്തായാലും മച്ചാമാരെ ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട്. ഇനിയാണെങ്കിൽ എനിക്ക് ബാക്കിയുള്ളത് നമ്മുടെ ക്യാൻ്റെയും എൻ്റെ പൊന്ന് ഗൈസ് അടിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നു മച്ചവരെ അടിച്ചിട്ടുണ്ട്. ആരുടെ നോക്കട്ടെ. ഇനിയിപ്പോൾ ആകെ എനിക്കൊന്ന് വിക്ടർ ബൈ മാത്രമേ ഉള്ളൂ. പിന്നെ ഓൾറെഡി ഒരു ഹൈലൈറ്റ് കാർഡ് ഉള്ളൂ മച്ചവരെ. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലി നമുക്ക് അങ്ങനെ നമ്മുടെ വിക്ടർ ബൈനെയും കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ഷോർട്ട് ആൻഡ് ക്യാൻഡേയും കൂടി ഉള്ളൂ. അപ്പോൾ എന്തായാലും മച്ചമാരെ, നിങ്ങൾക്ക് ആരെയും കിട്ടിയാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇനി ഒരെണ്ണം കൂടെ കിട്ടുമ്പോഴത്തേനും കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു ഗോളിയുടെ സർജിൻഹോൻ്റെ റിക്യുപ്പൈൻ്റെ എല്ലാവരുടെയും മൊത്തത്തിൽ എല്ലാവരുടെയും ഒരു ബെക്കാമിൻ്റെ എല്ലാവരുടെയും ഫുള്ളായിട്ടുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ് ഞാൻ എന്തായാലും ഇന്ന് അത് ചെയ്യാമെന്ന് വെച്ചപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഓപ്പോണൻറ്റ് വന്നിട്ടുണ്ട് വെച്ചാൽ അവരുടെ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു മാച്ചിലേക്ക് കിടക്കാം കഴിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിക്കോ നമ്മുടെ ഓപ്പോണൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ബെക്കംബറാണ് ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ അല്ല മാനേജർ. ലിവാക്കോവിച്ച് ക്യാപ്റ്റൻ നമ്മുടെ മെസ്സിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീമാണ്. മെഗലിനുണ്ട്, ലിവാക്കോവിച്ചാണ് ഷോർട്ട് ടൈം, പിന്നെ ഹാളൻഡുണ്ട്, ബാറ്റിയാണ്, ഫ്രാങ്ക് റിബറി, അൽവാരസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മാച്ചിലേക്ക് കിടക്കാം. അവരുടെയാണ് ഫസ്റ്റ് ടച്ച് മച്ചവരെ കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മാൻ ടു നോക്കട്ടെ, സുവാരസ് ഗൈസ്. എൻ്റെ സുവാരസിൻ്റെ ഓൾറെഡി പവർ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. റിക്യു ഗൈസ് കിട്ടിയിട്ടില്ലല്ലോ. പെഡ്രി മച്ചവരെ, പെഡ്രി ടു കവാനീനി ഉമാർ ഫസ്റ്റ് അല്ല ബാറ്റിന് ഇറക്കിയിട്ടുണ്ട്. ബെക്കാം, മെസ്സി ടു നമ്മുടെ കഫു, ഫോഡൻ, ഓക്കെ റിബറി ഗൈസ്. അപ്പം നമുക്ക് നോക്കി നോക്കാം. റിബറി ടു ബാറ്റി. എടാ പാളി ബെക്കംബർ പോയി. ഹാളൻ്റെ ഒരു ഷോട്ട്, എൻ്റെ പോലെ കിഡിലൻ ഷോട്ട് ഗൈസ്. അപ്പോൾ ഒരു കിഡിലൻ ഷോട്ട് ആയിട്ടാണ് ഫസ്റ്റ് നമ്മുടെ ഓപ്പോണൻറ്റ് എത്തിയിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് ഷോട്ട് അവന്മാർ അടിച്ചു. ലൂയിസ് സുവാരസ് ടു ടോണി ആഡംസ് ടു നമ്മുടെ കഫു ടു ബാക്കോട്ട്, ബെക്കാം ബാക്ക്, ടോണി ആഡംസ്, ബെക്കംബർ ടു നമ്മുടെ ജെറാഡ് ടു നമ്മുടെ റിക്യുപ്പൈ റൈസ്. ഓക്കെ കിട്ടിയിട്ടുണ്ട് മച്ചവരെ. ഇവന്മാരും മെക്കല്ലന്മാരും എന്നെ അടിക്കാൻ ശ്രമിക്കുന്നില്ല റൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മാൻ ടു അതാരാള് റോഡ്രിഗറാണെന്ന് എനിക്ക് തോന്നുന്നത് മച്ചവരെ. കിട്ടിയിട്ടുണ്ട്. ബെക്കാം ഇവിടെ ഒരു ഷോട്ട് അടിച്ച് നോക്കിയാൽ ഇല്ല. ഓക്കെ മെസ്സി ഒരു ടേൺ അടിച്ച് നോക്കാം. റോഡ്രിഗർ അറ്റാക്ക് ചെയ്തു മച്ചവരെ. റോഡ്രിഗറും മെഗലിനുമാണ് ഇവന്മാരുടെ ഡിഫൻസും ഇതും. നമുക്ക് ബെക്കംബറും ടോണി ആഡംസും ആണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. കഫു, ഓടൻ, റിബറി, എൻ്റെ പൊന്നു മച്ചവരെ. നോക്കട്ടെ. ടോണി ആഡംസ് ബാക്കോട്ട് എടുത്തിട്ടുണ്ട്. അടിച്ചുവിടാം വിക്ടർ ബയ്യ മച്ചവരെ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ മാനോനിയർ ആണോ വിക്ടർ ആണോ ഏറ്റവും നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്നത്. ഇവിടെ സാധാരണ മച്ചവരെ വിക്ടർ ബയ്യ അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോമൻസ് ചെയ്യുന്നതാണ്. ബാറ്റ് ഇതെന്താ ഇവന്മാർ അടിച്ചു കയറി വരുന്നത് ഗൈസ്. ഓൾറെഡി നമ്മൾ സിംഗിൾ ബൂസ്റ്ററും അവന്മാർ ഡബിൾ ബൂസ്റ്ററുമാണ് മാനേജർ. ഓക്കെ ടോണി ആഡംസ് ടു ഓക്കെ അടിച്ചിട്ടുണ്ട് മച്ചവരെ. മെസ്സി ടു മെക്കല്ലൻ. സൈഡിലൊന്നും ആരും ഇല്ല. കൗണ്ടെ ഓക്കെ ഗൈസ് കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മാൻ ടു നമ്മുടെ സുവാരസ് ടു ഗ്രീസ്മാൻ. ഓക്കെ ചാൻസ് ഉണ്ട്, അടിച്ചോളൂ. മെഗലൻ അറ്റാക്ക് ചെയ്തു വെച്ചാൽ. അപ്പോൾ ഒരു കിടിലൻ കോർണർ കിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അവർ അടിച്ചു വിട്ടു. എന്തായാലും ഒന്നും പറയാനില്ല, അവന്മാർ അടിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ബെക്കാം ഗൈസ് തിരിച്ച് ബെക്കാമിലോട്ട് തന്നെ നിന്നു. ബെക്കാമിനെ കൊണ്ട് അടുപ്പിച്ച് നോക്കാം നമ്മുടെ അടുത്ത്. ഓക്കെ കഫു ടു ഒരു പാസ്, കാർലോസ്. ഓക്കെ കാർലോസ് കുറച്ച് നേരം നമുക്ക് ഇവിടെ മെസ്സിനെ വട്ടം തിരിപ്പിക്കാനൊന്നും നടക്കൂല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. റോബർട്ടോ കാർലോസ് ടു റിക്യുപ്പൈ, ബെക്കാം അടിച്ചു നോക്കട്ടെ വെച്ചാൽ. എടാ ഫോഡൻ പോയി ഗൈസ്. ഹാളൻ്റെ ബാറ്റി ടു റിബറി ഗൈസ്. ഓൾറെഡി ഇവന്മാർ ഫ്രീ കിട്ടിയ റിബറിനെ അവരെ വെറുതെ വിട്ടു. അടിപൊളി കാണിക്കുന്നുണ്ട് കേട്ടോ. ബെക്കാം ടു കഫു ടു നോക്കി നോക്കാം വെച്ചാൽ. ബെക്കാം ഓക്കെ കിട്ടിയിട്ടുണ്ട്. റിക്യുപ്പൈ, കൗണ്ടെ, ഓക്കെ സുവാരസ്. ഓക്കെ എടാ അത് ശരിക്കും ടേൺ ചെയ്ത് അടിക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നു. ഞാൻ എന്തിനത് വെറുതെ അടിച്ചിട്ട് ഗൈസ്. അപ്പം മെസ്സിനെ കൊണ്ട് ഒരു ഷോട്ട് അടിപ്പിച്ച് നോക്കാം നമുക്ക്. ഓക്കെ റിക്യുപ്പൈ മച്ചവരെ. അപ്പം ലിവോക്കോവിച്ചാണ് നമ്മുടെ ഓപ്പോണൻ്റെ ഗോളി. എന്തായാലും ഒരു കിടിലൻ മാച്ച് ആയിരിക്കും മച്ചവരെ. എന്തായാലും നമുക്കൊരു ഗോൾ അടിക്കണം, കംബാക്ക് അടിക്കണം. ഒരു ഗോള് അടിച്ചിട്ടുള്ളൂ. ഇവർ ഓൾറെഡി ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊരു അടി പോകുന്നില്ല. ഒക്കെ കിട്ടിയിട്ടുണ്ട് മച്ചവരെ. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് മെസ്സി ഗൈസ്. അതെന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മാച്ച് കളിച്ചിട്ട് നമ്മുടെ ആ ഒരു ഇത് എടാ ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. ബെക്കാം ടു ജെറാഡ് അടിച്ചു നോക്കാം. എടാ ഇത് കുറഞ്ഞു പോയി. ഒരു നല്ല ഷോട്ട് അടിച്ചാൽ മതിയായിരുന്നു. സ്റ്റണ്ണിങ് അടിച്ചാൽ ഉറപ്പായിട്ട് കയറുന്ന ഗോളുകളൊക്കെ ഉണ്ട് വെച്ചാൽ മതി. ഇവിടുന്ന് ചാൻസുകൾ അതെന്താ വെച്ചാൽ ഗൈസ് ഡിലേ വരുമ്പോൾ നമ്മൾ പാസ് ചെയ്യുന്നത് എല്ലാം മാറും. അടുപ്പിച്ചടുപ്പിച്ച് കളിച്ചില്ലെങ്കിൽ ആകെയുള്ള കളിയെല്ലാം പോകും. ഓക്കെ ഫ്രാങ്ക് റിബറി വെച്ചാൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് കോർണറാണല്ലോ, അടിച്ചു വിട്ടേക്കാം. ഓക്കെ
കഴിച്ചപ്പോൾ അടിച്ചു വിട്ടു. എന്തായാലും മച്ചാമാരെ ഒരു ഗോളാണ് നമ്മുടെ ഓപ്പോണന്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ 3 ഷോട്ടാണ് അടിച്ചിരിക്കുന്നത്. ഓപ്പോണന്റ് ആണ് ഒറ്റ ഷോട്ട് അടിച്ചില്ല, അതാകുമ്പോൾ ഒരു ഗോൾ ആക്കി. ഞാൻ കവാനിനെ ഇറക്കിയിട്ടില്ല മച്ചാമാരെ. ജെറാർഡ് ടു റോബർട്ടോ കാർലോസ് നെയ്മർ. ഞാൻ നെയ്മറിനെ ഇറക്കിയിട്ടോ. അത്യാവശ്യം എന്നിട്ട് കളിക്കുന്ന പെർഫോമൻസ് ഉണ്ട് ഇപ്പോൾ. ഓക്കെ റിക്കിപ്പൈനെ കിട്ടിയിട്ടുണ്ട്. ഈ റുഡ്രിഗറും ഗൈസ് ഇവന്മാർ ഡിസ്ട്രോയറിനെയും ബ്ലോക്കറിനെയാണ് വെച്ചേക്കുന്നത്. അതാണ് അവിടേക്ക് അടിച്ചു കയറാൻ പറ്റാത്തത്. എനിക്ക് തോന്നുന്നു ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനും അതാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കഫു ടു മെസ്സി, മെസ്സി ടു നമ്മുടെ റിക്കിപ്പൈ, സ്റ്റണ്ണിങ് കവാനി, മെഗലിനെ പണിയാണല്ലോ ഗൈസ്. ടോണി ആഡംസ്, ഓക്കെ ജെറാർഡ് ടു നെയ്മർ ടു കാർലോസ്. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. നെയ്മറിനെ കൊണ്ട് ഇവിടെ ഒരു സ്റ്റണ്ടിങ് കൊണ്ട് അടുപ്പിക്കാൻ പറ്റില്ല. കാർലോസിൻ്റെ ഒരു ക്രോസ് നോക്കാം ഗൈസ്. എടാ ഇത് എന്താ ഇത്? മച്ചവര് ഇവന്മാര് ബെക്കംബറിനെ കൊണ്ട് അത്യാവശ്യം ഫോർമേഷൻ മാറ്റുന്നുണ്ട് കേട്ടോ മച്ചവര്. ഓൾറെഡി ഞാനത് ഇട്ടിട്ടില്ല. ഫോർമേഷൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നുണ്ട്. ഹാളൻഡ് ടു എടാ അടിച്ചു വിട്ടു. ഗബ്രിയൽ ബാറ്റി ഗൈസ്. അപ്പം നിങ്ങൾ ആരെയും സെലക്ഷൻ കോൺട്രാക്ട് ഒക്കെ എടുത്തത് കമൻറ്റ് ചെയ്യുക. ഇനി ബുധനാഴ്ചയാണ് നമ്മുടെ ഇത് വരാൻ പോകണം. അതായത് ബുധനാഴ്ചയാണ് നമ്മുടെ അടുത്ത 2 പ്ലേയേഴ്സ് വരാൻ പോകണം. അപ്പോൾ ജസ്റ്റ് പ്രഡിക്ഷനൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈറ്റോ ഒക്കെ ഉണ്ടോ നിങ്ങളുടെ ഇഷ്ടമുള്ള ലെജൻഡ് പ്ലേയേഴ്സ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ മച്ചവരെ പ്ലെയർ എക്സ്ചേഞ്ച് ഒരു വീഡിയോ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ നട നെയ്മർ ടു കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ കവാനി, എടാ ഹെർണാണ്ടസ്, ഫോഡൻ, ഹാളൻഡ്, ബാറ്റി. എടാ ഇവന്മാർ പാസ് ഇട്ട് കളിയാണല്ലോ ഗൈസ്. റിക്കിപ്പൈ ടു ജെറാർഡ് കിട്ടുമോ? പെഡ്രി ബ്ലോക്കാക്കടെ ഇവന്മാരൊന്നും. ഇനി അങ്ങോട്ട് വിട്ടേക്കരുത്. ഇനി വിട്ട് നമ്മൾ കളി തീരാൻ 66 മിനിറ്റായി ഗൈസ്. ഒരു കമ്പാക്ക് എങ്കിലും അടിക്കണമല്ലോ മച്ചാമാരെ. ഓൾറെഡി എന്താ വെച്ചാൽ ഉണ്ട് ടു പെഡ്രി, ഹാളിൻ്റെ മച്ചാമാരിയുടെ. ഇപ്പം ആണെങ്കിൽ എന്താ പറയുക, നമ്മുടെ എപ്പിക്കിൻ്റെ കുറേ കാർഡുകളുടെ ഇത് പോയതിന് ശേഷം എടാ ഇത് പണിയാകും. വിക്ടർ ബൈ എനിക്ക് തോന്നുന്നു ഗൈസ്. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കുഴപ്പമില്ല ഗോൾ കീപ്പിങ്. എനിക്കൊന്നും ഇത് കുറവാന്ന് തോന്നുന്നു നമ്മുടെ പവർ. അതുകൊണ്ടായിരിക്കും മച്ചാമാരെ. അപ്പം ഞാൻ ഇപ്പോൾ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ലോങ് ബോൾ മാറ്റിയിട്ട് ക്വിക്ക് കൗണ്ടറിലേക്ക് ഇട്ടു. ഇനി നമുക്ക് എങ്ങനെയുണ്ട് നോക്കിയൊക്കെ ആ ഒരു യാസ്പറിൻ്റെ പെർഫോമൻസ്. കാരണം ഓൾറെഡി ഞാൻ ചില മാച്ചുകളിലൊക്കെ ഇങ്ങനെ ഇടാറുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു ഗോളിനൊക്കെ ഇതാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഇത് ഇട്ടെങ്കിൽ നല്ലൊരു ഇതായിരിക്കും. ഫോഡൻ ഗൈസ് ഓൾറെഡി സാബി. എൻ്റെ പൊന്ന് മച്ചാമാരെ നടയാട്ടോ ഇപ്പം മിക്കവാറും പണിയായത്. ഇവന്മാരെ സെക്കൻഡ് ഗോൾ കയറിയിരുന്നെങ്കിൽ നമുക്ക് കംബാക്ക് അടിക്കണം ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. വിക്ടർ ബേയിൽ വരച്ചു വിട്ടിട്ടുണ്ട്. ഓക്കെ സാബി അലോൺസോ മാറി. കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട്. ഓവൻ ഇറക്കിയിട്ടോ മച്ചാമാരെ. സാബി അല്ല അവരുടെ സാബിയെ മാറി. മിസ്പാസ് ആവുന്നുണ്ട്. എടാ ഇത് എന്താ ഇത് നട മച്ചാമാരെ. അടുത്ത ഗോൾ ആവുമോ? മെസ്സി ഉണ്ട്. ഓക്കെ എടാ ഫ്രാങ്ക് റിബറി. എൻ്റെ പൊന്ന് ഗൈസ് ഇപ്പം പണി ഒരു 1.5 പണിയും കിട്ടിയാനെ. ഫ്രാങ്ക് റിബറി പഠിച്ചാലേ മച്ചാമ്മേട്ടാ. നിങ്ങളൊക്കെ ഇത് ഫ്രാങ്ക് റിബറിനെ ഇപ്പോഴും ഇറക്കുന്നുണ്ടോ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ. ഞാൻ അന്ന് കിട്ടിയ ദിവസം ഇറക്കിയതാണ്. പിന്നെ അങ്ങനെ കുറേ മാച്ചുകൾക്കൊന്നും ഇറക്കിയിട്ടില്ല. PvP മാച്ചസിലാണ് ഇറക്കി. പറയാൻ പറ്റില്ല ഗൈസ്. അങ്ങനെയുള്ള എല്ലാ പ്ലേയേഴ്സും നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. കുറേ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിന് വരെ നല്ല ഇതുണ്ട് ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. എടാ ഇത് എന്താ ഇത് സെർജിൻഹോ ടു നമ്മുടെ ഡേവിഡ് ബെക്കാം ഗൈസ് കിട്ടിയിട്ടുണ്ട്. കാഫു വേണം ബാക്കോട്ട് അടിച്ചു. ടോണി ആഡംസ്, ബാറ്റി, ബെക്കംബർ, സെർജിൻഹോ ടു നമ്മുടെ മൈക്കിൾ ഓവൻ. ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. എടാ ഈ റുഡ്രിഗറാണെങ്കിൽ ഒന്ന് തരുന്ന പോലെ ബാറ്റ്. എൻ്റെ പൊന്ന് കഴിച്ച് ഉമ്മായിട്ട് ലോക്കാക്കി വെച്ചേക്കുക ഫുള്ള്. ബെക്കംബർ, സെർജിൻഹോ, ഓക്കെ ഡേവിഡ് ബെക്കാം, മൈക്കിൾ ഓവൻ കഴിച്ച് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സെർജിൻഹോ എടാ പാസ് കൊടുക്കാൻ പോലും ഉമ്മാർ സമ്മതിക്കുന്നില്ല കേസ്. ഫ്രാങ്ക് റിബറി ഓക്കെ കിട്ടിയിട്ടുണ്ട് മച്ചവരെ. കഫു ടു ഡേവിഡ് ബെക്കാം. ഓക്കെ ഓവൻ ടു ബെക്കാം. ഓക്കെ ഒരു ഷോട്ട്. എടാ ലിവാക്കോച്ച് എടുത്തു കേട്ടോ. നെയ്മർ മച്ചവരെ. ഈ നെയ്മറിനെ കൊണ്ട് നമുക്ക് ഗോൾ അടിപ്പിക്കാം. നെയ്മറിനെ കൊണ്ട് കുറച്ച് നേരം കറക്കി എടുക്കട്ടെ. ഓക്കെ കേസ്. അപ്പോൾ സെർജിൻഹോ ഒരു ഷോട്ട്. എടാ പോസ്റ്റ് മെസ്സി. ഓക്കെ ലാസ്റ്റ് ഒരു ഫെയിലിയർ കേസ് നമ്മളൊരു ഗോൾ ഇട്ടിട്ടുണ്ട് മച്ചവരെ. നല്ല മഴയുടെ മൂഡിൽ വരുന്നുണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് കളർ പോകുന്നുണ്ടല്ലേ. ഓക്കെ അപ്പോൾ ഒരു കിടിൽ ഗോൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ എന്തായാലും ഓപ്പോണന്റ്. എൻ്റെ പൊന്ന് മച്ചാമാര്. ഓക്കെ അപ്പോൾ ലാസ്റ്റ് മിനിറ്റിലാണ് 94-56. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഓപ്പോണന്റ് ഇതേപോലെ ഒരു കിടിലും ഗോൾ ഇട്ടിട്ട് പോയിട്ടുണ്ട് ഗൈസ്. ചിലപ്പോൾ ഡിവിഷൻ പുഷ് ആവാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മൾ കഴിഞ്ഞൊരു മാച്ചിൽ ഇറങ്ങിപ്പോയായിരുന്നു മച്ചാമാര്. അപ്പോൾ അത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഡിവിഷൻ നമ്മൾ പുഷ് ആയിട്ടില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ രണ്ടുപേരും ഒരേപോലെ ടൈറ്റായി. അപ്പോൾ നല്ലൊരു കിടിലും മാച്ചായിരുന്നു. നല്ലൊരു ഓപ്പോണന്റ് ആയിരുന്നു. ടൈറ്റ് പൊസിഷൻ ആയിരുന്നു കുറച്ച് നേരമൊക്കെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ വെച്ചാൽ ഓൾറെഡി പ്ലെയർ എക്സ്ചേഞ്ചിനെ പറ്റി നമ്മുടെ ഫസ്റ്റ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. നമ്മൾ റിയൽ സെഞ്ച് എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാനൽ ഡെയിലി ഇപ്പോൾ ലൈവ് വരുന്നത് വെച്ചാൽ വരെ. ഇനി തൊട്ട് ഫേസ് ലൈവ് ആയിരിക്കും നമ്മൾ കൂടുതലും വരിക. രാത്രി ഒരു 7 മണി 8 മണിക്കുള്ളിൽ ഉറപ്പായിട്ടും വരും. അപ്പം അടുത്ത വീഡിയോയിൽ ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.